without you. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ മടിയുള്ളവർക്കും ഒട്ടും തന്നെ സമയമില്ലാത്തവർക്കും വേണ്ടി മാത്രമുള്ള ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 1/2 കിലോ ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വിത്ത് ബോണോട് കൂടി നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ഇതിനകത്തോട്ട് ഡയറക്റ്റായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് മസാലകൾ ചേർക്കുന്നത് കൊണ്ട് ഉള്ളി വഴറ്റുമ്പോഴൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നല്ല മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേഗം മസാല പിടിക്കാനായിട്ട് 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കണ്ട, താഴെ മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയും ടൊമാറ്റോയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്നും കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചട്ടിയിൽ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോയും വലിയ 2 സവാളയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ്, ഒട്ടും സമയമില്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ചിക്കൻ കറിയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി കൂടി പോകണ്ട, കാരണം നമ്മൾ മാരിനേഷന് വേണ്ടി വെച്ചപ്പോൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ പോലും എടുത്തിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേഷന് വേണ്ടി വെച്ചപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സവാളയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെറും വെള്ള കളർ ആയിട്ടിരിക്കും സവാള. ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിൽ എല്ലാ പൊടികളും ചേർത്ത് മാരിനേഷന് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും സവാളയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മഞ്ഞപ്പൊടി അല്ലാതെ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ചിക്കൻ വേണ്ടതെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളവും ചിക്കനും എല്ലാം കൂടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയും മല്ലിയിലയും എല്ലാം നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ച് നല്ലൊരു മണം കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.